നമ്മുടെ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും അന്യഗ്രഹത്തിലെ ജീവസാധ്യതയുടെ കണ്ടെത്തലിനെയും വരെ സ്വാധീനിക്കാവുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂട്ടം കണ്ടെത്തലുകളുമായിട്ടാണ് ശാസ്ത്രലോകം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് നമുക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളിൽ എങ്ങനെ ജീവജാലങ്ങൾ ആവശ്യത്തിന് ഓക്സിജനുമായിട്ട് ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി. നിങ്ങൾ ഡൈവിംഗ് സൂട്ടൊക്കെ ഇട്ടതിന് ശേഷം ഒരു അണ്ടർ വാട്ടർ എക്സ്പെഡിഷന് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു 4 കിലോമീറ്റർ താഴ്ചയിൽ പസഫിക് സമുദ്രത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ആഴക്കടലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോ മീറ്റർ താഴേക്ക് പോകുന്തോറും കരഭാഗത്ത് നിന്നടിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മാത്രമല്ല, മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും അതിശക്തമായിട്ട് നിങ്ങളെ ഞെരിഞ്ഞമർത്തുമ്പോൾ നിങ്ങൾ താഴേക്ക് പോയി അവസാനം വെള്ളം മാത്രമുള്ള സൂര്യപ്രകാശമൊന്നുമില്ലാത്ത അഗാധതയെ എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കുറേ കഴിയുന്ന സമയത്ത് കടലിൻ്റെ അടിത്തട്ടിൽ ഓക്സിജൻ എന്ന് പറയുന്ന ജീവൻ്റെ ഏറ്റവും ആവശ്യകരമായിട്ടുള്ളൊരു വസ്തുവിൻ്റെ അഭാവം ഉണ്ടാകുമെന്നും അധികം ജീവജാലങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കില്ല എന്നുമാണ്. എന്നിരുന്നാലും കടലിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ഓക്സിജന്റെ സാധ്യത പലതരത്തിലുള്ള വെള്ളത്തിൻ്റെ ചലനത്തിലൂടെ കടലിൻ്റെ അടിഭാഗത്തേക്ക് എത്തിച്ചേരുകയും അവിടെ ജീവജാലങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കും. എന്നാൽ കുറേ നേരം ഒരേ സ്ഥലത്ത് അനക്കമില്ലാത്ത വെള്ളം നിന്ന ഒരുപക്ഷെ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഓക്സിജന്റെ അഭാവം ഉണ്ടാകാനും അത് മരണപ്പെട്ടു പോകാനും സാധ്യത ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഏകദേശം ആ 4 കിലോമീറ്റർ താഴ്ചയിൽ ഒരു അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കുമിളകൾ മുകളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അത് ഡാർക്ക് ഓക്സിജനാണ്. ഡാർക്ക് ഓക്സിജനോ? അതെന്താണ് അങ്ങനെ ഒരു പേരിന് കാരണം ഓക്സിജൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഡാർക്ക് ഓക്സിജൻ എന്ന് പറയുന്ന ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഭൂമിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഓക്സിജനുകൾ രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഭൂമിയിൽ ആദ്യകാല സമയത്ത് ഓക്സിജൻ ഇല്ലാതിരുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്നും ക്രമേണ സയാനോ ബാക്ടീരിയകൾ പോലെയുള്ള ജീവികൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ രൂപപ്പെട്ടു വന്നതിൻ്റെ ഫലമായിട്ട് ഏറ്റവും പ്രിമിറ്റീവായ അവ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകളിൽ നിന്നും ഓക്സിജനെ സ്വതന്ത്രമാക്കി ഭൂമി ആകമാനം ഓക്സിജൻ ഉണ്ടായി എന്നുമാണ് നമ്മൾ പറയുന്നത്. പിന്നീട് മരങ്ങൾ കൊണ്ട് ഭൂമി ആകെ നിറഞ്ഞു. കടൽ 70% ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പോലും നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൻ്റെ 70% ഓക്സിജൻ സയനോ ബാക്ടീരിയകൾ പോലെയുള്ളവയും അതുപോലെ തന്നെ ആൽഗകളും ചേർന്നുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും സത്യത്തിൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള ജീവജാലങ്ങൾക്ക് എവിടെ നിന്ന് ഓക്സിജൻ കിട്ടുന്നു എന്നുള്ള ചോദ്യം വളരെ സ്ട്രെയിഞ്ചാണ്. എന്നാലും ഒരു വിധത്തിൽ ശാസ്ത്രലോകം മനസ്സിലാക്കി വെച്ചിരുന്നത് ചെറിയ അളവിൽ പല രാസപ്രവർത്തനങ്ങളിലൂടെയും അവിടെയുള്ള രാസവസ്തുക്കളെ ചില ജീവജാലങ്ങൾ വിഘടിപ്പിക്കുന്നതിലൂടെയും ജിയോ തെർമൽ വെൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ചൂട് നിലനിൽക്കുന്നതിനാൽ സൂര്യപ്രകാശമില്ലാത്ത രീതിയിൽ കെമിക്കൽ പ്രോസസ്സുകൾ നടത്താൻ കഴിയുന്ന രീതിയിൽ ചെറിയ തോതിൽ ഓക്സിജൻ ഉണ്ടാകാം എന്ന് ഗവേഷകർ മനസ്സിലാക്കി വെച്ചിരുന്നുവെങ്കിൽ നിലവിൽ അങ്ങനെയുള്ളൊരു കണ്ടെത്തലല്ല നടക്കുന്നത്. ഒരു ജീവജാലത്തിൻ്റെയും സഹായമില്ലാതെ പ്രകൃതി സ്വന്തമായിട്ട് ഒരു ബാറ്ററി പോലെ കടലിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ബാറ്ററി മാത്രമല്ല, അതൊരു ജിയോ ബാറ്ററിയാണ്. വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഓക്സിജൻ്റെ സാന്നിധ്യത്തെ പല പ്രദേശങ്ങളിലും പോയി പഠിച്ചതിന് ശേഷം കൃത്യമായ രീതിയിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു എന്ന് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെന്തിക് ചേംബറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ഓഷനോഗ്രാഫിക് സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിലുള്ള മറൈൻ ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന ഗവേഷകരുമൊക്കെ തന്നെ ഗവേഷണം ആരംഭിച്ചത്. അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനമാണ് ബെന്തിക് ചേംബറുകൾ. അതായത് പസഫിക് സമുദ്രത്തിൻ്റെ 4 കിലോമീറ്റർ താഴ്ചയിലുള്ള ക്ലാരിയോൺ ക്ലിപ്പറോൺ സോൺ എന്ന് പറയുന്ന ചില പ്രത്യേകം സ്ഥലങ്ങളിൽ പോയതിനു ശേഷം ഈ ബെന്തിക് ചേംബറുകളെ അവിടെ ഉണ്ടാക്കുന്നു. അത് അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി 3 ഭാഗവും, അതായത് അടിത്തട്ടൊഴിച്ച് ബാക്കി 3 ഭാഗവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ആ ഒരു സ്പെസിഫിക് ഏരിയയ്ക്കകത്തുള്ള വാട്ടറിൻ്റെ സ്വഭാവം പഠിക്കുന്നു. അതിൻ്റെ അടിയിലുള്ള ആൽഗയുടെ ഡെഡ് ബയോമാസ്, കാർബണിൻ്റെ അളവ്, അമോണിയത്തിൻ്റെ അളവ്, സീ വാട്ടറിൻ്റെ അളവ്, അതിലുള്ള ഉപ്പിൻ്റെ അംശം, ഓക്സിജൻ്റെ അളവ് തുടങ്ങിയവ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ കഴിയുന്ന ഈ ബെന്തിക് ചേംബറുകളുടെ സഹായത്തോടു കൂടി ഗ്രാജുവലി ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ പ്രദേശത്തെ വെള്ളത്തിനകത്തുണ്ടാകുന്ന സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. പസഫിക് സമുദ്രത്തിൻ്റെ 4 കിലോമീറ്റർ താഴ്ചയിൽ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ ഈ ഉപ്പുവെള്ളത്തിനകത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രൂപത്തിലുള്ള ബാക്ടീരിയകളും ചെറിയ രൂപത്തിലുള്ള മറൈൻ അനിമൽസും അതിൻ്റെ ചെറിയ ഫോമുകളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി ഇതിനെ ചുറ്റുപാടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ഈ ചേംബറിനകത്തുള്ള സീ വാട്ടറിലെ ജീവജാലങ്ങൾ ഓക്സിജൻ ഉപയോഗിച്ച് വെള്ളത്തിലെ ഓക്സിജൻ തീരുമെന്നാണ് ഗവേഷകർ വിചാരിച്ചത്.
ഐസൊലേറ്റ് ചെയ്തില്ല എങ്കിൽ 4 പാടുമുള്ള സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ നിന്നും ഓക്സിജൻ കലർന്ന വെള്ളം അവിടെ എത്തിച്ചേരാനും അവിടുത്തെ ഓക്സിജൻ്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റിസർവ് നിലനിൽക്കാനും സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ വിചാരിച്ചു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 47 മണിക്കൂർ നീണ്ടു നിന്ന ആ പരീക്ഷണത്തിൽ ക്രമേണ ഓരോ ലിറ്റർ വെള്ളത്തിലുമുള്ള ഓക്സിജൻ്റെ അളവ് കൂടി വരുന്നതായിട്ട് ഗവേഷകർ മനസ്സിലാക്കി. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണോ? എന്തെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രാസപ്രവർത്തനം അവിടെ നടക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ റേഡിയേഷൻ്റെ എനർജിയുടെ ഫലമായിട്ട് അവിടെ ഏതെങ്കിലും കോമ്പൗണ്ട് സ്പ്ലിറ്റായി ഓക്സിജൻ ഉണ്ടാവുകയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഗവേഷകർ പല ഭാഗത്തായി ആ ഏരിയയിൽ ബന്ധിക് ചേമ്പറുകൾ കൊണ്ടുവച്ചു. ആ കൊണ്ടുവച്ച ഏരിയകളിൽ പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ എന്ന് പറയുന്ന സവിശേഷമായ കല്ലുകൾ അല്ലെങ്കിൽ പാറക്കഷ്ണങ്ങൾ അടങ്ങിയ സർഫസിലാണ് ഇത്തരത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യം കൂടി വരുന്നതായിട്ട് ഗവേഷകർ മനസ്സിലാക്കിയത്. എന്താണ് പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ? നിക്കൽ, കൊബാൾട്ട്, അയൺ തുടങ്ങിയ ഒരുപാട് പദാർത്ഥങ്ങൾ, മഗ്നീഷ്യം ഉൾപ്പെടെയുള്ള ഒരുപാട് പദാർത്ഥങ്ങളുടെ കോമ്പൗണ്ടുകൾ അടങ്ങിയ ചെറിയ പാറക്കഷ്ണങ്ങളെയാണ് പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. സമുദ്രത്തിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും ഭൂമി ഉണ്ടായ സമയത്തുള്ള ഉരുകിയൊലിച്ച വസ്തുക്കൾ കടലിൻ്റെ അടിത്തട്ടിൽ ട്രാപ്പായതിൻ്റെ ഫലമായിട്ടും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഒരുപാട് ആഴത്തിൽ പോകുമ്പോൾ ഗവേഷകർക്ക് ചില വലിയ പോറസ് ആയിട്ടുള്ള പാറക്കഷ്ണങ്ങൾ കിട്ടാറുണ്ട്. ഈ പാറക്കഷ്ണങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ. ഒന്നിലധികം മെറ്റൽസിൻ്റെ സാന്നിധ്യമുള്ളതും എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായി മഗ്നീഷ്യവും നിക്കലും ഒക്കെ തന്നെ വേർതിരിച്ചെടുക്കാനും കഴിയുന്ന സവിശേഷമായ ഭൂമിയുടെ നാച്ചുറൽ മെറ്റാലിക് ഡെപ്പോസിറ്റുകളാണവ. എന്നാൽ പോളിമെറ്റാലിക് നൊഡ്യൂളുകളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ മറ്റൊരു തലമാണ് സത്യത്തിൽ ഡാർക്ക് ഓക്സിജൻ എന്ന് പറയുന്ന പ്രത്യേകതരം അണ്ടർ വാട്ടർ ഓക്സിജൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് ഉപ്പടങ്ങിയ കടൽ വെള്ളത്തിലെ ഓക്സിജനെയും ഹൈഡ്രജനെയും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പോളിമെറ്റാലിക് നൊഡ്യൂളുകളിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ കടലിൻ്റെ അടിത്തട്ടിൽ കൃത്യമായ രീതിയിൽ ഓക്സിജൻ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് എന്ന് ഗവേഷകർ മനസ്സിലാക്കി. നമ്മൾ സാധാരണഗതിയിൽ ഇലക്ട്രോളിസിസ് നടത്തി ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് വൈദ്യുതി അപ്ലൈ ചെയ്തതിന് ശേഷം സാൾട്ട് വാട്ടറിനകത്ത് നമ്മൾ ചില മെറ്റലുകൾ ഇറക്കി വെച്ചാൽ, കോപ്പർ, മഗ്നീഷ്യം പോലെയുള്ള മെറ്റലുകൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവ ആ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി ഉപ്പുവെള്ളത്തിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുകയും ഇവയുടെ ചാർജ് കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വെള്ളം സ്പ്ലിറ്റായി സ്വതന്ത്രമാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ കടലിനടിയിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം നടക്കാനുള്ള മാർഗങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ചെറിയ പോസിബിലിറ്റി ആയിരുന്നു റേഡിയോ ആക്റ്റീവ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന. റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങൾ കടലിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അവയ്ക്ക് ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനും ഇലക്ട്രോളിസിസ് സാധ്യമാക്കാനും കഴിയും. പക്ഷേ അത് അത്രത്തോളം വലുതല്ല. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ബയോകെമിക്കലായിട്ടുള്ള രീതിയിൽ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കെമിക്കലുകൾ അടങ്ങിയ ഭാഗത്തെ ജീവജാലങ്ങൾക്ക് പ്രത്യേക രീതിയിൽ ഓക്സിജൻ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന കപ്പാസിറ്റി ഇല്ലാതാകും എന്നത് മനസ്സിലാക്കി കൃത്രിമമായി HgCl2 എന്ന് പറയുന്ന കെമിക്കലിനെ കടത്തിവിട്ടുകൊണ്ട് ആ ഭാഗത്ത് ഇങ്ങനെ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ ഈ റേഡിയേഷൻ മുഖാന്തരവും ബയോകെമിക്കൽ റിയാക്ഷൻ മുഖാന്തരവുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലായത് ഇവയൊന്നുമല്ല ഓക്സിജൻ ഉണ്ടാകാൻ കാരണം. പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ എവിടെയുണ്ടോ അവിടെ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നുണ്ടെന്നും ഈ ഇലക്ട്രിക് ചാർജ് കടലിലെ ഉപ്പുവെള്ളവുമായി റിയാക്ട് ചെയ്തതിന് ശേഷം ഹൈഡ്രജനും ഓക്സിജനും പുറത്തു വരുന്നുണ്ട് എന്നുമാണ് ഗവേഷകർക്ക് മനസ്സിലായത്. പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ മാത്രമുള്ള സ്ഥലങ്ങളിലാണ് ബന്ധിക് ചേമ്പറുകൾ ഇത് സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല, കൃത്യമായി ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം കരയിൽ വന്ന് നടത്തിയ സിമുലേഷനുകളിൽ പോളിമെറ്റാലിക് നൊഡ്യൂളുകൾക്കിടയിൽ ഏകദേശം 0.95 വോൾട്ടോളം ഇലക്ട്രിക് ചാർജ് രൂപപ്പെടുന്നുണ്ടെന്നും ഈ ഇലക്ട്രിക് ചാർജിൻ്റെ സ്ലോ പ്രോസസ്സ് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബാറ്ററി സംവിധാനം കടലിൻ്റെ അടിത്തട്ടിൽ നടക്കുന്നുണ്ട് എന്നും ഗവേഷകർക്ക് മനസ്സിലായി. ഇതിനെന്താണ് ഇത്രത്തോളം പ്രാധാന്യം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതായത് മറ്റൊരു മാർഗത്തിലുമല്ല ഓക്സിജൻ ഉണ്ടാകുന്നത്, അത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകാൻ കാരണം എന്നുള്ള ആശയത്തെ ചോദ്യം ചെയ്യുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി സസ്യങ്ങളിലും സയനോ ബാക്ടീരിയകളിലും അതുപോലെ തന്നെ ചില ആൽഗകളിലും നടക്കുന്ന ഒരു എനർജി പ്രൊഡക്ഷൻ മെക്കാനിസമാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെയും വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്തുണ്ടാക്കിയ ഹൈഡ്രജൻ്റെയും സഹായത്തോടു കൂടി ഫോട്ടോസിന്തസിസ് വഴി ഇത്തരം സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും എക്സസ് ആയിട്ടുണ്ടാകുന്ന ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ഇപ്പോഴും ഭൂമിയിൽ സുലഭമായി നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന ഓക്സിജൻ ആയിരിക്കാം കടലിൻ്റെ അടിയിൽ എത്തി ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്നത് എന്നുള്ള വിശ്വാസത്തെ പാടെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ, ഒന്ന്,
ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടായത് കടലിലാണ് എന്നുള്ളത് അസന്ദിഗ്ധമായ സത്യമാണ്. അങ്ങനെ ഉണ്ടായ ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള ഓക്സിജൻ എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൂടിയാണിത്. അതായത് ആദ്യകാലത്ത് ഓക്സിജൻ ഇല്ലാതെ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ കടലിൽ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഫോട്ടോസിന്തസിസ് നടത്തുന്ന സയനോ ബാക്ടീരിയകൾ ഭൂമിയിൽ ആകമാനം വന്നപ്പോൾ അതിനു മുമ്പ് ഓക്സിജൻ ഇല്ലാതെ ജീവിച്ചിരുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ ആ ചെറിയ രൂപങ്ങളെല്ലാം ഇല്ലാതായുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ആ ഒരു പീരീഡിൽ തന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ കടലിനടിയിലെ പോളിമെറ്റാലിക് നോഡ്യൂളുകൾ നടത്തിയിട്ടുണ്ടാവണം. 2, ഭൂമിയിൽ പരിണാമം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്, സ്വാഭാവികമായിട്ടുള്ള പ്രഷർ. ഓക്സിജൻ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിജീവിക്കാനും ആ പ്രദേശത്തെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജീവിവർഗമായി മാറാനും കഴിയുന്ന ഒരു പ്രതിഭാസം. എന്നാൽ കടലിൻ്റെ അടിയിൽ സൂര്യപ്രകാശം പോലും ഇല്ലാത്ത സ്ഥലത്ത് ജീവജാലങ്ങൾ നല്ല രീതിയിലുള്ളൊരു സെപ്പറേറ്റ് എക്കോസിസ്റ്റം നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ സഹായമില്ലാത്ത ഭാഗത്തും രൂപപ്പെടുത്തിയെടുത്തിരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും പൂർണ്ണമായും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത കടലിൻ്റെ അഗാധമായ സ്ഥലങ്ങളിൽ മറ്റു തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള എക്കോസിസ്റ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം എന്നുള്ള ഒരു ആശയം കൂടിയാണ് ഈ പോളിമെറ്റാലിക് നോഡ്യൂളുകളിൽ നിന്നുണ്ടാകുന്ന ഓക്സിജൻ സമ്മാനിക്കുന്നത്. ഭൂമിയിൽ സൂര്യപ്രകാശം കടന്നു ചെന്നിട്ടില്ലാത്ത നമുക്കറിയാത്ത രീതിയിൽ ഓക്സിജൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിനെ ഡാർക്ക് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. അവിടെ തീരുന്നില്ല. ബഹിരാകാശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലം പരിണമിച്ച് പ്രകാശ സംശ്ലേഷണം നടന്നാൽ മാത്രമേ ഓക്സിജൻ രൂപപ്പെടൂ എന്നുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ജീവനില്ലാത്ത സ്ഥലങ്ങളിലും ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാകാമെന്നും അങ്ങനെ ഓക്സിജൻ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ജീവജാലങ്ങൾ ഉരുത്തിരിയാൻ സഹായിക്കും എന്നുമുള്ള ആശയത്തെയാണ് പിന്തുണയ്ക്കുന്നത്. എൻസെലാഡസ്, യൂറോപ്പ, അതുപോലെ തന്നെ ടൈറ്റൻ തുടങ്ങിയ ഗോളങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നമുക്ക് അവിടെ എങ്ങനെ ഓക്സിജൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നും സർഫസിന് അടിയിലുള്ള സമുദ്രത്തിൽ ജീവജാലങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിനും ഒരു മറുപടി കൂടിയാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടാക്കുന്ന പോളിമെറ്റാലിക് നോഡ്യൂളുകൾ ഒരു ബാറ്ററി ആയിട്ട് ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് സൂര്യപ്രകാശം അമിതമായി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ അവയുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ജിയോ തെർമൽ എനർജി പോലെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചൂട് കൊണ്ട് ആ വെള്ളം ലിക്വിഡ് രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓക്സിജൻ എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരുണ്ടായ സമയത്തും അതിനും പോളിമെറ്റാലിക് നോഡ്യൂളുകൾ അന്തർഭാഗത്തുണ്ടായിരിക്കാമെന്നും അത് അവിടുത്തെ വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാക്കി ജീവജാലങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് എന്ന അനുമാനത്തിലേക്ക് എത്താൻ ഗവേഷകരെ സഹായിക്കുന്നതാണ് പോളിമെറ്റാലിക് നോഡ്യൂളുകൾ. പക്ഷേ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളും പ്രൈവറ്റ് കമ്പനികളും പോളിമെറ്റാലിക് നോഡ്യൂളുകളെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് കടലിൻ്റെ അടിഭാഗത്ത് പോയി അവ കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് പലതരത്തിലുള്ള മെറ്റലുകൾ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ മറൈൻ ലൈഫിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള എതിർപ്പൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ എക്കോസിസ്റ്റത്തെ മുഴുവൻ നിലനിർത്തുന്ന അണ്ടർ വാട്ടർ എക്കോസിസ്റ്റത്തിലുള്ള ജീവജാലങ്ങളുടെ ജീവന് തന്നെ ശേഷി നൽകുന്ന പോളിമെറ്റാലിക് നോഡ്യൂളുകളെ നമ്മൾ പോയി വളരെയധികം കളക്ട് ചെയ്ത് അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഓക്സിജൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെ സാധിക്കുമെന്നും അവിടെ ഓക്സിജൻ ഇല്ലാതെ ജീവജാലങ്ങൾ ചത്തില്ലാതായി കടലിൻ്റെ മറ്റു തരത്തിലുള്ള സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും നമ്മൾ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പോളിമെറ്റാലിക് നോഡ്യൂളുകൾ പ്രകൃതിയിൽ ചെലുത്തുന്ന സ്വാധീനം കണ്ടെത്തുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനി പോളിമെറ്റാലിക് നോഡ്യൂളുകൾ എടുക്കുന്നതിന് കൃത്യമായ നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ മറൈൻ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ, ഭൂമിയുടെ എക്കോസിസ്റ്റത്തെ ആകമാനം ബാധിക്കുന്ന രീതിയിൽ ഉള്ള വലിയ തോതിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള കണ്ടെത്തൽ കൂടിയായി ഇത് മാറുകയാണ്.